പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ എല്ലാ പത്രങ്ങളിലെയും പ്രധാന തലവാചകങ്ങളിലൂടെ ഒന്ന് സഞ്ചരിച്ചു വരാം. ആദ്യം മനോരമയുടെ തലവാചകം, പ്രധാന വാർത്ത, ഗാസയ്ക്ക് നേരെ ട്രംപിന്റെ വെടി എന്നാണ്. ഗാസയിൽ നയംമാറ്റം വ്യക്തമാക്കി ആരമൊത്ത് നെതന്യാഹുമൊത്ത് ഡൊണാൾഡ് ട്രംപ് അപലപിച്ചിരിക്കുകയാണ്. US രാജ്യങ്ങളും പലസ്തീൻ ജനതയെ ഒഴിപ്പിച്ച് അവിടെ ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റുന്നുവെന്നാണ്. ഇത് രണ്ട് രാജ്യങ്ങൾ ചേർന്നെടുത്ത് നടക്കുന്ന തീരുമാനമാണോ? പക്ഷേ എല്ലാ ലോകരാജ്യങ്ങളും അപലപിച്ചു തുടങ്ങിയിട്ടുണ്ട്. US-ന്റെ സഖ്യരാജ്യങ്ങൾ പോലും അപലപിച്ചിട്ടുണ്ട് എന്നാണ് ആ വാർത്ത പറയുന്നത്. ആ വാർത്തയുടെ ഡീറ്റെയിലേക്ക് തന്നെ നമുക്കൊന്ന് പോകാം. ഗാസ മുനമ്പ് ഏറ്റെടുത്ത് കടലോര ഉല്ലാസ കേന്ദ്രമാക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഞെട്ടിക്കുന്ന പ്രഖ്യാപനം. മേഖലയിലെ പലസ്തീൻ ജനതയെ ഈജിപ്റ്റ്, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള സാധ്യത തേടുമെന്നും ആവശ്യമെങ്കിൽ US സൈന്യത്തെ ഇറക്കുമെന്നും വൈറ്റ് ഹൗസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞു. അതോടുകൂടി പലസ്തീൻ എന്നുള്ളത് എന്തായിത്തീരും എന്നുള്ളതിലാണ് ആശങ്ക. US ഇതുവരെ പിന്തുടർന്നു വന്ന നയത്തിന് വിരുദ്ധമായ ട്രംപിന്റെ പ്രഖ്യാപനത്തിനെതിരെ പരമ്പരാഗത സഖ്യരാജ്യങ്ങൾ വരെ രംഗത്തെത്തി. ബലമായുള്ള ഒഴിപ്പിക്കൽ രാജ്യാന്തര ചട്ടങ്ങളുടെ ലംഘനമാണെന്നും അനുവദിക്കില്ലെന്നും ഫ്രാൻസ് പ്രതികരിച്ചു. പലസ്തീൻ ഇസ്രായേൽ ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തെയാണ് അംഗീകരിക്കുന്നതെന്ന് റഷ്യ, ചൈന, UK, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളും വ്യക്തമാക്കി. മേഖലയിലെ മുഖ്യശക്തികളായ സൗദി അറേബ്യ, തുർക്കി എന്നിവയും ശക്തമായ വിയോജിപ്പ് വ്യക്തമാക്കി. അനുകൂലമായ പ്രഖ്യാപനത്തെ ഇസ്രായേൽ സ്വാഗതം ചെയ്തു. ഇസ്രായേൽ മട്ടും. നീക്കം മേഖലയെ വീണ്ടും അശാന്തിയിലേക്ക് തള്ളിവിടുമെന്നായിരുന്നു ഹമാസിന്റെ പ്രതികരണം. വെടിനിർത്തലിനെയും ഈ പ്രഖ്യാപനം ബാധിച്ചേക്കാം. ട്രംപ് വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പം ഈ ഗസയെ ഒഴിപ്പിച്ച് ഒരു ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റാൻ കഴിയില്ല. അത് പ്രത്യേകിച്ച് അമേരിക്ക പിന്തുടർന്നു പോരുന്ന അമേരിക്കയുടെ വിദേശകാര്യ നയത്തിൽ നിന്നുള്ള ഒരു മാറ്റം കൂടിയാണ്. ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ മറ്റൊരു രാജ്യത്തിന് കൈകടത്തുക എന്നുള്ളത് യുദ്ധമല്ലാതെ മറ്റൊരു സാഹചര്യത്തിലും സാധ്യമല്ല. അപ്പോൾ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് പലസ്തീൻ ജനതയെ ഒഴിപ്പിച്ച് ഉല്ലാസ കേന്ദ്രമാക്കാനുള്ള നീക്കം ലോകരാജ്യങ്ങളുടെ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വാർത്ത. US നാട് കടത്തിയവർ ഇന്ത്യയിലെത്തി എന്ന വാർത്ത കൂടി മനോരമ പത്രം ആദ്യ പേജിൽ നൽകുന്നു. ഭൂരിഭാഗവും ഗുജറാത്ത്, ഹരിയാന, പഞ്ചാബ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർ. അനധികൃത കുടിയേറ്റക്കാരുമായി US വ്യോമസേനാ വിമാനം പഞ്ചാബിലെ അമൃത്സറിലെത്തിയ ചിത്രം കൂടി പത്രം വയ്ക്കുന്നുണ്ട്. പക്ഷേ അതിലേറെ വേദനിപ്പിച്ച ചിത്രം നമ്മൾ പ്രതീക്ഷിച്ചത് ആ വിമാനത്തിൻ്റെ ഉള്ളിൽ, C-17 വിമാനത്തിൻ്റെ ഉള്ളിൽ കൈകൾക്കും കാലുകൾക്കും വിലങ്ങിട്ട നിലയിലായിരുന്നു ഈ അനധികൃത കുടിയേറ്റക്കാരെ അമൃത്സറിലേക്ക് എത്തിച്ചത്. പലരും ഗുജറാത്തിൽ നിന്നൊക്കെ പോയവരാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അനധികൃതമായി പുറത്താക്കിയ US പുറത്താക്കിയവർ 104 ഇന്ത്യക്കാർ തിരിച്ചെത്തി. പഞ്ചാബിലെ അമൃത്സറിലാണ് US വ്യോമസേനയുടെ വിമാനം ഇവരുമായി എത്തിയത്. 25 വനിതകളും പ്രായപൂർത്തിയാക്കാതെ 12 പേരും സംഘത്തിലുണ്ട്. തൊഴിൽ വിസയുടെ കാലാവധി കഴിഞ്ഞും US-ൽ തുടർന്നവരും ഒഴിപ്പിച്ചവരിൽ ഉൾപ്പെടുന്നുവെന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും കൂടുതൽ അനധികൃത കുടിയേറ്റക്കാരെ US ഒഴിപ്പിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പാതിവില തട്ടിപ്പിന്റെ വാർത്തയും ആദ്യ പേജിൽ തന്നെ മലയാള മനോരമ നൽകുന്നു. പാതിവില തട്ടിപ്പ് ക്രൈംബ്രാഞ്ചിന്. തൊടുപുഴ സ്വദേശി അനന്തകൃഷ്ണന്റെ ഡിസ്കൗണ്ട് തട്ടിപ്പ് കേസുകൾ ഇന്ന് ക്രൈംബ്രാഞ്ചിന് കൈമാറും. ഇത് സംബന്ധിച്ച ശുപാർശ ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാം സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയിട്ടുണ്ട് എന്ന വാർത്തയും വരുന്നുണ്ട്. വിവാഹ സംഘത്തെ പോലീസ് ആളുമാറി തല്ലിച്ചതച്ച വാർത്തയുണ്ട്. അത് പത്തനംതിട്ടയിൽ നിന്നുള്ള വാർത്തയാണ്. ഡൽഹി BJPക്ക് ഇന്ന് എക്സിറ്റ് പോളുകൾ എന്ന വാർത്തയും മനോരമ ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നു. മാതൃഭൂമിയിലേക്ക് എത്തിയാൽ സ്വകാര്യ സർവകലാശാല പഠിക്കാനുണ്ട് എന്ന തലക്കെട്ടിൽ ആ വാർത്ത നൽകുന്നു. ഇന്നലെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തിട്ടില്ല ആ വിഷയത്തിൽ. CPI ഉടക്കിയതുകൊണ്ട് ബില്ല് മാറ്റിയിരിക്കുന്നു എന്നാണ് അറിയുന്നത്. ബിൽ ഘടനയിൽ മന്ത്രി വീണ ജോർജിനും ആശങ്കയുണ്ട് എന്ന് പറയുന്നു. CPI നിലപാട് എല്ലാ മേഖലകളിലും തുടങ്ങുന്നത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും കോഴ്സുകളെയും ബാധിക്കും. കൂടുതൽ ചർച്ചയും പഠനവും വേണം. AYF ഈ വിഷയത്തിൽ എതിർപ്പ് അറിയിച്ചിരുന്നു. സ്വകാര്യ സർവകലാശാല ബില്ലെന്ന് പറയുന്നത് മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകളടക്കം നടത്താവുന്ന വിധം സ്വകാര്യ സർവകലാശാലകൾ, വിദേശ സ്വകാര്യ സർവകലാശാലകൾ വരെ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് അനുവദിക്കാനാണ് പുതിയ നീക്കം. CPI ഉടക്കിയതോടെ സ്വകാര്യ സർവകലാശാല ബിൽ അംഗീകരിക്കുന്നത് മന്ത്രിസഭായോഗം മാറ്റി. ബഹുതല മേഖലകളിൽ സ്വകാര്യ സർവകലാശാല തുടങ്ങുന്നത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ബാധിക്കുമെന്നാണ് CPI മന്ത്രിമാർ ചൂണ്ടിക്കാട്ടിയത്. കൂടുതൽ ചർച്ചയ്ക്ക് ശേഷമേ ബിൽ പരിഗണിക്കാവൂ എന്ന് മന്ത്രി P. പ്രസാദും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയത്തിൽ സ്വകാര്യ സർവകലാശാല ബിൽ ഈ സെഷനിൽ എന്തായാലും ടേബിൾ ചെയ്യാൻ സാധ്യതയില്ല.
മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മനുഷ്യാവകാശ കൗൺസിലും ട്രംപിന്റെ വെട്ടൽ എന്നുള്ളതാണ്. UN മനുഷ്യാവകാശ കൗൺസിലിൽ നിന്ന് അമേരിക്കയെ പിൻവലിക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നമ്മുടെ അന്തർദേശീയ സമൂഹം ഉയർത്തിക്കൊണ്ടുവന്ന പല പ്രധാനപ്പെട്ട നയങ്ങളും പല പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെയും അമേരിക്ക ഇപ്പോൾ തിരസ്കരിക്കുകയാണ്. WHO നിന്ന് പിന്മാറി. ഇപ്പോൾ UN മനുഷ്യാവകാശ കൗൺസിലിൽ നിന്ന് അമേരിക്ക പിന്മാറുന്നു. അമേരിക്കയൊക്കെ ആ അർത്ഥത്തിൽ ഗോണ്ടനാമോയിലൊക്കെ വലിയ രീതിയിൽ മനുഷ്യാവകാശ ലംഘനം നടത്തുമ്പോഴും മനുഷ്യാവകാശത്തിൻ്റെ ചാമ്പ്യന്മാരായിട്ടിരുന്ന രാജ്യമാണ് അമേരിക്ക എന്നുള്ളത് ശ്രദ്ധിക്കണം. BJPക്ക് മുൻതൂക്കം ഡൽഹി എക്സിറ്റ് പോളിൽ നിന്ന് പറയുന്നു. 2.5 പതിറ്റാണ്ടിന് ശേഷം ഡൽഹിയിൽ BJP അധികാരത്തിലെത്തുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ. തുടർഭരണം ലക്ഷ്യമിട്ട് മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പിനെ നേരിട്ട് ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടിയാണ് മിക്ക എക്സിറ്റ് പോളുകളും പ്രതീക്ഷിക്കുന്നത്. വോട്ടിംഗ് ശതമാനം അവസാനത്തെ കണക്ക് വരുമ്പോൾ 60%. കഴിഞ്ഞ തവണ 62.84%. പ്രയാഗ്രാജിൽ മഹാകുംഭമേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യുന്ന ഫോട്ടോയും പത്രം ആദ്യ പേജിൽ തന്നെ പങ്കുവച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഭാഗ്യവാൻ സത്യനെവിടെ എന്ന് പത്രം ചോദിക്കുന്നുണ്ട്. സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ക്രിസ്മസ് പുതുവത്സര ബമ്പർ 1ാം സമ്മാനമായ 20 കോടി അടിച്ച ഭാഗ്യവാൻ സത്യനെവിടെ സത്യ കഹാ ഹേ എന്ന ചോദ്യമായിരുന്നു ബുധനാഴ്ച ഉച്ച മുതൽ നാട്ടിലെങ്ങും ചോദിക്കുന്നത്. ചക്രക്കല്ലിലെ മുത്തു ലോട്ടറി ഏജൻസിയുടെ ഇരിട്ടി ശാഖയിൽ നിന്നെടുത്ത ടിക്കറ്റിനാണ് ഇന്നലെ 20 കോടി ബമ്പർ അടിച്ചത്. ഇതടക്കം 10 ടിക്കറ്റ് അടങ്ങിയ ഒരു പുസ്തകം കൈപ്പറ്റിയത് സത്യൻ എന്ന പേരുള്ള ഒരാളാണെന്നാണ് വിവരമാണ് ലഭിക്കുന്നത്. ജനുവരി 24 സത്യൻ എന്ന പേരിൽ ലോട്ടറി വാങ്ങിയത്. ഏജൻസി കമ്മീഷൻ ഉൾപ്പെടെ ലഭിക്കുന്ന രീതിയിലാണ് കൈപ്പറ്റിയത്. ഇരുവേരിയിലെ MV അനീഷാണ് ഏജൻസി ഉടമ. അപ്പോൾ ഒരുപക്ഷെ ഒരു ലോട്ടറിക്കാരനാണോ എന്ന് നമുക്കറിയില്ല. ആ അർത്ഥത്തിലാണ് സത്യൻ അത് വാങ്ങിയിരിക്കുന്നത് എന്നാണ്. എന്തായാലും സത്യന് ബമ്പർ അടിച്ചു. 20 കോടി രൂപ സത്യന് കിട്ടി. സത്യൻ എവിടെ എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. ദേശാഭിമാനിയുടെ ആദ്യ പേജിലെ പ്രധാന ലീഡ് വാർത്ത മുണ്ടക്കൈ ദുരന്ത ബാധിതരെ ചതിച്ചു കോൺഗ്രസ്, ദുരന്ത ഫണ്ടും വിഴുങ്ങി എന്നാണ്. തൃശ്ശൂരിൽ 8 മണ്ഡലം കമ്മിറ്റിയെയും പ്രസിഡന്റുമാരെയും സസ്പെൻഡ് ചെയ്തു എന്നൊരു വാർത്തയുണ്ട്. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ സർവ്വവും നഷ്ടപ്പെട്ട കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ സമാഹരിച്ച ഫണ്ടും പുട്ടടിച്ചു കോൺഗ്രസ്. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ദുരിതാശ്വാസ നിധി സമാഹരണം പൊളിക്കാനായി സ്വന്തം നിലയ്ക്ക് KPCC ആഹ്വാനം ചെയ്ത ഫണ്ടാണ് കോൺഗ്രസുകാർ വെട്ടിച്ചത്. സംഭവം പുറത്തറിഞ്ഞതോടെ മുഖം രക്ഷിക്കാൻ തൃശ്ശൂരിൽ 8 മണ്ഡലം കമ്മിറ്റിയെയും പ്രസിഡന്റുമാരെയും DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ സസ്പെൻഡ് ചെയ്തു. ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട മുണ്ടക്കൈയെ ചേർത്തുപിടിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ദുരിതാശ്വാസ ഫണ്ട് സമാഹരണത്തോടെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മുഖം തിരിക്കുകയായിരുന്നു എന്ന വാർത്ത കൂടി പത്രം ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നു. വിലങ്ങിട്ട് നടതള്ളി എന്ന തലക്കെട്ട് കൊടുക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ വിനീത വിധേയമായി നിൽക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ നിന്ന് അനധികൃത കുടിയേറ്റമെന്ന് ആരോപിച്ച് 104 ഇന്ത്യക്കാരെ വിലങ്കണിയിച്ച് അമേരിക്കൻ സൈനിക വിമാനത്തിൽ അമൃത്സറിൽ ഇറക്കിവിട്ട വാർത്തയാണ് എന്ന രീതിയിലാണ് ദേശാഭിമാനി ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ പൗരരെ കൊണ്ടുവന്നത് കയ്യാമം വെച്ചാണ് എന്ന് പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപ് ഉറ്റതോഴനാണെന്ന് അവകാശപ്പെടുമ്പോഴാണ് സർവ്വ മനുഷ്യാവകാശവും ലംഘിച്ച് ഇന്ത്യൻ പൗരരെ കയ്യാമം വെച്ച് നടതള്ളിയത് എന്നാണ് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നത്. മാധ്യമം പത്രത്തിലേക്ക് എത്തിയാൽ വംശീയ ഉന്മൂലന പദ്ധതിയുമായി ട്രംപ് എന്ന തലക്കെട്ടാണ്. നേരത്തെ ഗസ ഒഴിപ്പിച്ച് ഉല്ലാസ കേന്ദ്രമാക്കും എന്ന വാർത്ത മലയാള മനോരമയിൽ പ്രസിദ്ധീകരിച്ചത് ആ ആംഗിളിലാണെങ്കിൽ വംശീയ ഉന്മൂലന പദ്ധതി എന്ന തലക്കെട്ടാണ് മാധ്യമം നൽകുന്നത്. ഗസ പിടിച്ചെടുക്കും, ഗസക്കാരെ കുടിയൊഴിപ്പിച്ച് സുഖവാസ കേന്ദ്രം നിർമ്മിക്കുമെന്ന് നെതന്യാഹുവിനോടൊപ്പം വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപനം. അനുവദിക്കില്ലെന്ന് ഹമാസ്, മേഖലയെ വീണ്ടും സംഘർഷഭരിതമാക്കുമെന്ന് മുന്നറിയിപ്പ്. സ്വതന്ത്ര ഫലസ്തീൻ വിട്ടുവീഴ്ചയിൽ നിന്ന് സൗദി അടക്കമുള്ള രാജ്യങ്ങൾ പ്രഖ്യാപിച്ചതും പത്രം ആദ്യ പേജിൽ തന്നെ നൽകുന്നു. പകുതി വിലയിൽ വീണത് 10,000 എന്ന തലക്കെട്ടോടുകൂടി ഇന്നലെ റിപ്പോർട്ടർ TV ക്യാമ്പയിൻ ചെയ്ത് ലൈവത്തോണായി അവതരിപ്പിച്ച അനന്തു കൃഷ്ണന്റെ അനന്ത തട്ടിപ്പിന്റെ സാധ്യതകൾ പത്രം ആദ്യ പേജിൽ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. ദ ഹിന്ദു പത്രത്തിലേക്ക് എത്തിയാൽ പ്രധാന തലക്കെട്ട് ദില്ലിയിലെ വോട്ടെടുപ്പാണ്. 60% പോളിംഗ് റെക്കോർഡഡ് ഇൻ ക്രൂഷ്യൽ ഇലക്ഷൻ ഇൻ ദില്ലി. 60% പിന്നിട്ടിരിക്കുന്നു ദില്ലിയിലെ വോട്ടർ ടേൺ ഔട്ട് എന്നുള്ളതാണ്. ടേൺ ഔട്ട് ഓൾമോസ്റ്റ് ടച്ച് 62.59% റെക്കോർഡഡ് ഇൻ ദ 2020 അസംബ്ലി ഇലക്ഷൻ. 2020 അത്രയും തന്നെ പോളിംഗ് പെർസെൻറ്റേജ് എത്തും എന്നതാണ് ദ ഹിന്ദു പത്രത്തിൻ്റെ ഒരു കണക്കുകൂട്ടൽ. പാർട്ടീസ് കംപ്ലെയിൻ അബൌട്ട് വയലേഷൻസ് ഓഫ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഇൻ സെവറൽ ഏരിയാസ്. പലയിടങ്ങളിലും മാതൃകാ പെരുമാറ്റച്ചട്ടം വ്യാപകമായി പാർട്ടികൾ ലംഘിച്ചുവെന്ന് എല്ലാ പാർട്ടികളും പരാതിപ്പെട്ടിട്ടുണ്ട്. പണമൊഴുക്കുന്നു BJP, ആം ആദ്മി പാർട്ടി എന്ന് കോൺഗ്രസ് പറയുന്നു. തിരിച്ചുമുള്ള ആരോപണങ്ങൾ വളരെ ശക്തവുമാണ്. ട്രംപ് വോസ് ടു ടേക്ക് ഓവർ ആൻഡ് ഡെവലപ്പ് ഗാസ സ്ട്രിപ്പ് ആഫ്റ്റർ റീസെറ്റിലിംഗ് പലസ്തീനിയൻസിനെ പുനരധിവസിപ്പിച്ചതിന് ശേഷം ഗസ ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റുന്ന വാർത്ത ദ ഹിന്ദു വലിയ പ്രാധാന്യത്തോടു കൂടി ആദ്യ പേജിൽ നൽകുന്നു. US എയർക്രാഫ്റ്റ് ലാൻഡ്സ് ഇൻ അമൃത്സർ വിത്ത് ഇന്ത്യൻസ്. കയ്യാമം വെച്ച 104 പേരുമായി അനധികൃത കുടിയേറ്റക്കാരുമായി അമേരിക്കൻ വിമാനം എത്തിയ വാർത്തയും പത്രം ആദ്യ പേജിൽ നൽകുന്നു. കേരള ക്യാബിനറ്റ് ഡിഫേഴ്സ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ബിൽ. സ്വകാര്യ സർവകലാശാല ബിൽ മാറ്റിവെച്ച വിവരവും പത്രം പ്രധാനപ്പെട്ട വാർത്തയായി ആദ്യ പേജിൽ തന്നെ നൽകുന്നു. ഒറ്റ മിനിറ്റ് കൊണ്ട് നമുക്ക് എഡിറ്റോറിയൽ കൂടി വളരെ വേഗമൊന്ന് പരിശോധിച്ചു വരാം. മാതൃഭൂമി പത്രത്തിൻ്റെ ഇന്നത്തെ മുഖപ്രസംഗം എന്താണ് എന്ന് നമുക്ക് നോക്കാം.
മാതൃഭൂമിയിൽ കേരളത്തിൻ്റെ മറുപടി എന്തെന്നറിയണം. കേരളം നൽകിയ റിപ്പോർട്ടിൽ ചില പ്രദേശങ്ങളെ പരിസ്ഥിതി ലോല പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ ശുപാർശ ചെയ്തതിൻ്റെ യുക്തി ഡിസംബർ 23 അയച്ച കത്തിൽ കേന്ദ്ര സർക്കാർ ചോദ്യം ചെയ്തിട്ടുണ്ട്. കേരളത്തിൻ്റെ മറുപടി എന്ത് എന്ന് അറിയണം എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്, എഡിറ്റോറിയലിൽ കൊടുക്കുന്നത്. മലയാള മനോരമയുടെ പ്രധാന മുഖപ്രസംഗം നമുക്ക് ഒന്ന് നോക്കി വരാം. മലയാള മനോരമയുടെ മുഖപ്രസംഗത്തിൽ സ്വീകരിച്ചിരിക്കുന്ന വിഷയം ലാത്തിക്ക് ലക്കുകെട്ടാൽ എന്നുള്ളതാണ്. പത്തനംതിട്ടയിൽ ആളുമാറി വിവാഹ സംഘത്തെ തല്ലിച്ചതച്ച പോലീസിന്റെ നടപടിയാണ് മലയാള മനോരമ കാഴ്ചപ്പാട് പേജിൽ എഡിറ്റോറിയലായി കൊടുത്തിരിക്കുന്നത്. ലാത്തിക്ക് ലക്കുകെട്ടാൽ വിവാഹ സംഘത്തെ പോലീസ് മർദ്ദിച്ചത് നിന്ദ്യം, ക്രൂരം എന്നാണ്. ക്രൂരതയും കുറ്റവാസനയും നിറഞ്ഞ മനസ്സോടെ ചിലരെങ്കിലും കാക്കിക്കുപ്പായി വിട്ട് നടക്കുന്നൊരു സംസ്ഥാനത്ത് ജനത്തിന് സമാധാനത്തോടെ ഉറങ്ങാനാകുമോ എന്ന ചോദ്യമാണ് പത്രം ചോദിക്കുന്നത്. എന്തായാലും പോലീസിൻ്റെയും ആത്മവിശ്വാസം കെടുത്തിയതായിരുന്നു ഇന്നലെ പത്തനംതിട്ടയിൽ നടന്ന സംഭവം. ഈ വിഷയത്തിൽ ഇപ്പോൾ സസ്പെൻഷൻ നടന്നിട്ടുണ്ട്. പക്ഷേ സസ്പെൻഷനും അപ്പുറം ഒരു ട്രാൻസ്ഫറിനും അപ്പുറം നടപടി വേണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. മതം മാറ്റത്തിന് നോട്ടീസ് പീരീഡുമായി രാജസ്ഥാൻ. പൗരരുടെ സ്വകാര്യ വിഷയമാണ് മതമെന്നും അതിൽ ഭരണകൂടം ഇടപെട്ടിട്ടില്ലെന്നും തീരുമാനിക്കപ്പെട്ട ഒരു മതേതര രാജ്യത്ത് ഇഷ്ടമുള്ള മതം വിശ്വസിക്കാനും ആചരിക്കാനും സർക്കാരിന് നോട്ടീസ് നൽകി കാത്തിരിക്കേണ്ടി വരുന്ന അപഹാസ്യ അവസ്ഥയാണ് സംജാതമാകുന്നത് എന്ന് രാജസ്ഥാനിൽ മതപരിവർത്തന വിരുദ്ധ നിയമം പാസാക്കുന്ന 12ാമത്തെ സംസ്ഥാനമായി രാജസ്ഥാൻ മാറുമ്പോൾ അതിനെക്കുറിച്ച് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നു മാധ്യമം പത്രം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകളും മുഖപ്രസംഗങ്ങളും.